വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവിയിലെ മുഖച്ഛായയാണ് ഈ കാണുന്നത്. അദാനിയുടെ കച്ച് ജില്ലയിലുള്ള മുന്ദ്ര തുറമുഖം. ഷോർ ക്രെയിനും യാർഡ് ക്രെയിനുകളും വിഴിഞ്ഞം തുറമുഖത്ത് ഇതുപോലെ ഉയരും. 4000 കപ്പലുകളാണ് ഇവിടെ ചരക്ക് ഗതാഗതം ഒരു വർഷം കൈകാര്യം ചെയ്യുന്നത്. 4 വിവിധ ഉദ്ദേശ ടെർമിനലുകൾ, 28 ബർത്തുകൾ. നിർമ്മിതിയിലും വിസ്തൃതിയിലും നമ്മുടെ വിഴിഞ്ഞം തുറമുഖം മുന്ദ്ര തുറമുഖത്തേക്കാൾ ചെറുതാണ്. 1998 നിർമ്മിച്ചു തുടങ്ങിയ മുന്ദ്ര തുറമുഖത്തിന്റെ വികസന പ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന കൂറ്റൻ ക്രെയിനുകൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 15,000 ഹെക്ടർ പ്രദേശത്താണ് അദാനി മുന്ദ്ര തുറമുഖം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു നേർചിത്രം ഭാവിയിൽ എങ്ങനെയായിരിക്കുമോ അത് തന്നെയാകും മുന്ദ്ര തുറമുഖം. പക്ഷേ രണ്ടും തമ്മിൽ താരതമ്യം സാധ്യമല്ല. കാരണം വിഴിഞ്ഞം ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ്. മുന്ദ്രയടക്കം വൻകിട തുറമുഖങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമല്ല വിഴിഞ്ഞത്തിനുള്ളത്. ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖവുമായാണ് വിഴിഞ്ഞത്തിന്റെ മത്സരം. വർഷം 4000 ചരക്ക് കപ്പലുകൾ എത്തുന്ന, മാസം 5 ലക്ഷം കണ്ടെയ്നറുകൾ വന്നു പോകുന്ന ഈ മുന്ദ്ര അടക്കമുള്ള രാജ്യത്തെയും വിദേശത്തെയും തുറമുഖങ്ങൾക്ക് വിഴിഞ്ഞത്തെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ കൂറ്റൻ മദർഷിപ്പുകൾ ചരക്കിറക്കുന്നത് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് നിന്നാണ്. എന്നാൽ മെയ് മാസത്തിൽ ആദ്യഘട്ട കമ്മീഷനിംഗ് ചെയ്ത് ഡിസംബറിനുള്ളിൽ വിഴിഞ്ഞത്തേക്ക് മദർഷിപ്പുകൾ വഴിമാറും വിധം പ്രവൃത്തികൾ തുടങ്ങിക്കഴിഞ്ഞെന്നാണ് അദാനി പോർട്സ് വൃത്തങ്ങൾ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കുന്നത്. അതായത് കണ്ടെയ്നറുകളുടെ ഹബ്ബായി മാറുന്ന വിഴിഞ്ഞത്ത് നിന്നാകും ചെറു കപ്പലുകളിൽ മറ്റു തുറമുഖത്തിലേക്കുള്ള ചരക്ക് നീക്കം. ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞത്ത് സജ്ജമാക്കേണ്ട 32 ക്രെയിനുകളിൽ 15 എണ്ണം എത്തിച്ച് സ്ഥാപിക്കുകയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിഴിഞ്ഞം രാജ്യത്തിന് സമർപ്പിക്കാൻ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി എത്തും വിധമാണ് തയ്യാറെടുപ്പുകൾ. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.